ഹായ് ഗേയ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ ചന്ദനം വെച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ. അപ്പോൾ ചന്ദനത്തിൻ്റെ ഉപയോഗവും അതിൻ്റെ ഗുണം ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കേൾക്കാനും അറിയാനും പറ്റും. പിന്നെ ഈ ഹൈന്ദവനാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് എന്താ പറയുക ചന്ദനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ഒന്നുമില്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കും, വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. പക്ഷേ ഇനി മുതൽ നിങ്ങൾ നല്ല ചന്ദനാണെങ്കിൽ, അരച്ച ചന്ദനാണെങ്കിൽ ഇനി കളയണ്ട കേട്ടോ. കാരണം അതുകൊണ്ടുള്ള ചില ഗുണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചന്ദനം അരയ്ക്കാൻ പോയിട്ട് വരാം. അരച്ച ചന്ദനം മണക്കു കുങ്കുമം അഴക് നെറ്റിയിലേ, പാട്ട് കേട്ടിട്ടില്ലേ? ഒരു തമിഴ് പാട്ടാണത്. അപ്പോൾ ചന്ദനത്തിൻ്റെ ഗുണങ്ങളാണ് പറയണത്. അത്രയും നല്ല ഗുണം ഉണ്ട് ചന്ദനത്തിന്. അപ്പോൾ കാലങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ പൂർവികർ ചന്ദനം ശരീര സൗന്ദര്യം മെച്ചപ്പെടുത്താനും മറ്റുള്ള അതായത് ചൂടിൽ നിന്ന് രക്ഷ നേടാനൊക്കെ കാലങ്ങൾക്ക് മുൻപ് തന്നെ പൂർവികരായ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയണത്. കൂടാണ്ട് ശരീരത്തിന് നല്ല കുളിർമ മാത്രമല്ല ചന്ദനം നൽകണത്, മാനസിക പിരിമുറുക്കമുള്ള ആൾക്കാർക്ക് ചന്ദനം അരച്ച ദേഹത്തും പോലെ നെറ്റിയിലൊക്കെ തേക്കണത് ഏറ്റവും ബെറ്ററാണ്. അവരുടെ മാനസിക നില മെച്ചപ്പെടുത്താൻ കൂടി ചന്ദനത്തിന് കഴിവുണ്ട്. അതുമാത്രമല്ല ചന്ദനത്തിൽ അടങ്ങിയിട്ടുള്ളൊരു ആൽഫ സാൻഡോൾ എന്ന് പറഞ്ഞുള്ള ഒരു ഘടകം ചർമ്മത്തിലെ അണുബാധ, പൂപ്പൽ എന്നിവനെയൊക്കെ തടയും. അപ്പോൾ ഇത് തടഞ്ഞിട്ട് നമ്മുടെ ചർമ്മത്തിനെ നല്ല തിളക്കമുള്ളതാക്കാനും സൗന്ദര്യമുള്ളതാക്കാനും നിറം വർദ്ധിപ്പിക്കാനൊക്കെ അതുകൊണ്ട് കഴിയും. പിന്നെ അതുപോലെ തന്നെ കരിവാളിപ്പ്, ചുളിവ്, കറുത്ത പാടുകൾ ഇതെല്ലാം മാറ്റിയിട്ടാണ് ചർമ്മത്തിന് എന്താ പറയുക നിറം നൽകണത്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റൽ സമ്പുഷ്ടമാണ് നമ്മുടെ ചന്ദനം. കൂടാതെ മുഖക്കുരുള്ള ആൾക്കാർക്ക് ചന്ദനം അരച്ച് കിടക്കനാട്ടി മുന്നേ തേച്ചിട്ട് 15 മിനിറ്റ് നേരം മുഖം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ, എന്നിട്ട് സാൻഡൽവുഡ് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ മുഖക്കുരു മാറും. കൂടാണ്ട് മുഖം നിറം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വരണ്ട ചർമ്മക്കാരും അതേ മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ അവർക്കും ഇതേ ഒരു ഗുണം കിട്ടുന്നതാണ്. 15 മിനിറ്റെങ്കിലും മുഖത്ത് ഹോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അമ്പലത്തിൽ പോയാൽ ചന്ദനം കിട്ടിയ കളയണ്ട കേട്ടോ. ഹൈന്ദവരോടാണ് ഞാൻ പറയണത്. പ്രത്യേകിച്ച് ഹൈന്ദവർക്ക് ഒരു സ്വഭാവമുണ്ട്, ചന്ദനം കിട്ടിക്കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൽ വയ്ക്കും, അല്ലെങ്കിൽ വഴിയിൽ കളയും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിടും. ഇനി നന്നായി അരച്ച ചന്ദനത്തിൻ്റെ കാര്യമാണ് പറയണത്, കളഭത്തിൻ്റെ കാര്യമില്ല. നല്ല അരച്ചെടുത്ത ചന്ദനം കണ്ടാൽ വേറെ തിരിച്ച് നമുക്കറിയാൻ പറ്റും. കളഭം ചന്ദനം തമ്മിൽ നേരെ തിരിച്ചറിയാൻ പറ്റും, വെവ്വേറെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ചന്ദനം അരച്ച് കലക്കി പാലിൽ കുറുക്കി ദേഹത്ത് തേച്ചാൽ ഈ കുഞ്ഞു കുട്ടികൾക്ക് ചൂടുകാലത്തുള്ള ചൂടിൽ നിന്ന് അവരുടെ ശരീരത്തെ രക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ടും നിറം വയ്ക്കാനും അത് നല്ലതാണ്. പിന്നെ ചുണങ്ങുള്ള ആൾക്കാരാണെങ്കിൽ ശംഖുചുട്ട ഭസ്മവും ചന്ദനവും ചേർത്ത് മോരിൽ ചാലിച്ചിട്ട് ദേഹത്താകെ തേച്ചാൽ ഒരു 3 മാസം കൊണ്ട് ഈ പതിയെ ഈ ചുണങ്ങിൽ നിന്ന് രക്ഷ നേടാം. പിന്നെ പ്രമേഹ രോഗികൾക്കും ഉണ്ട് കേട്ടോ ചന്ദനം കൊണ്ട് ഗുണം. അവർക്ക് ഇത് അരച്ചിട്ട് 1 ഔൺസ് നെല്ലിക്ക നീരിൽ കലർത്തി അതിരാവിലെ സേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും, അതായത് പ്രമേഹ രോഗികൾക്കും ചന്ദനത്തിൻ്റെ ഗുണം കിട്ടും, പ്രമേഹം കുറയണതാണ്. അപ്പോൾ ഒട്ടേറെ ഗുണമുള്ള ചന്ദനത്തിൻ്റെ സോപ്പ് അപ്പോൾ പിന്നെ നമുക്ക് ബെനിഫിറ്റ് തരാതിരിക്കില്ലല്ലോ. അപ്പോൾ അതിന് കളർ ഞാൻ ചെയ്തേക്കുന്നത് 2 ഡ്രോപ്പ് ഓറഞ്ചും 5 ഡ്രോപ്പ് നമ്മുടെ യെല്ലോ കേട്ടോ, വാട്ടർ കളറാണ് ഞാൻ കളർ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് ഫോളോവേഴ്സ് കൂടുമ്പോഴാണ് ഇത്തരം വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ എനിക്ക് കൂടുക. നിങ്ങളുടെ സബ്സ്ക്രൈബാണ്, ലൈക്കും കമൻറ്റൊക്കെയാണ് എനിക്ക് വീണ്ടും പുതിയ അറിവ് കണ്ടെത്താനും പുതിയ ഇത്തരം വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ട് വരാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റാ, ഗുഡ് ബൈ.